തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനിച്ച വിവരം ഇതിനോടകം വലിയ വ്യാപകമായ പ്രചാരം നേടുകയാണ്. ഇപ്പോഴിതാ ഹിന്ദു സംഘടനകൾ അത് ആഗോള അയ്യപ്പ സംഗമമല്ല, ആഗോള അയ്യപ്പ കൊള്ളയാണ് എന്ന് ആരോപിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഹിന്ദു സംഘടനകൾ ഇത്തരത്തിൽ ആരോപിക്കുന്നത്? ഇതിന് 2-3 കാരണങ്ങളാണുള്ളത്. ഒന്ന്, ആത്യന്തികമായി പറയുമ്പോൾ ഈ ഇടതുപക്ഷ സർക്കാർ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ അയ്യപ്പ ഭക്തന്മാരെ വേട്ടയാടിയ സർക്കാർ ഇപ്പോൾ അയ്യപ്പ സ്നേഹം നടിക്കുന്നതിന് പിന്നിൽ നിരവധിയായ കാരണങ്ങളുണ്ട്. ഒന്ന്, പ്രധാനമായും ഇപ്പോൾ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് നമുക്ക് കാണുമ്പോൾ ഒന്ന്, അതിൻ്റെ പിന്നിലുള്ള സാമ്പത്തികമായ നേട്ടം, അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ അട്ടിമറിക്കുവാനുള്ള മറ്റൊരു തന്ത്രം, സ്ഥാപിത താല്പര്യക്കാരെ അവിടെ തിരികെ കയറ്റാനുള്ള ഒരു തന്ത്രം, ഇങ്ങനെ നിരവധിയായിട്ടുള്ള നേട്ടങ്ങളുടെ പട്ടികയാണ് സർക്കാർ ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. സാധാരണ ഭക്തജനങ്ങളെ അവരെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഇവിടെ ഇത്തരത്തിലുള്ള ഒരു അയ്യപ്പ സ്നേഹം നടിച്ചുകൊണ്ട് അടുത്ത വരാൻ പോകുന്ന 2 തെരഞ്ഞെടുപ്പുകളിൽ ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിൻ്റെ അയ്യപ്പ ഭക്തന്മാരുടെ വോട്ട് കൂടി നേടുക എന്നുള്ള മറ്റൊരു വലിയ ലക്ഷ്യം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് എന്നാണ് ഹിന്ദു സംഘടനകളുടെ ആരോപണം. ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ആചാരാനുഷ്ഠാനങ്ങളെ നേരിട്ട രീതിയെക്കുറിച്ച് നമുക്കറിയാം. ഏറ്റവും ഒടുവിൽ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, ആരുടെയും കേരളത്തിലെ ഭക്തജന സംഘടനകളെ ആരെയും തന്നെ ഇതിൻ്റെ യാതൊരു യോഗങ്ങളും ഇതുവരെ വിളിച്ചിട്ടില്ല. ഏകപക്ഷീയമായിട്ടുള്ള ഒരു തീരുമാനമാണ് സർക്കാരും ദേവസ്വം ബോർഡും കൂടി എടുത്തിട്ടുള്ളത്. അതായത് അയ്യപ്പ സേവാ സംഘം പോലെയുള്ള സംഘടനകളെ ഒന്നും ക്ഷണിച്ചിട്ടില്ലെന്നാണ്. അല്ല, കേവലം ഈ വാദം അട്ടിമറിക്കുന്നതിന് വേണ്ടി മാത്രം 1-2 ചില സമുദായ സംഘടനകൾ അങ്ങനെയുള്ളവരെയൊക്കെ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ വിളിച്ചതിനെയൊക്കെ വളരെ വിശാലമായ അർത്ഥത്തിൽ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഈ ആചാരാനുഷ്ഠാനങ്ങൾ അതല്ലെങ്കിൽ അവിടുത്തെ സേവന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ചെയ്തു വന്നിരുന്ന നിരവധി സംഘടനകളെ മാറ്റി നിർത്തി. സർക്കാരിനൊന്നും ഒളിക്കാനില്ലെങ്കിൽ എന്തിനാണ് ഇത്തരത്തിലുള്ള ആൾക്കാരെ മാറ്റി നിർത്തുന്നത്? അപ്പോൾ ഇതിൽ അജണ്ട കൃത്യമാണ്. ഞങ്ങളെ എതിർക്കുന്ന അല്ലെങ്കിൽ അവിടുത്തെ അവർ പറയുന്ന കാര്യങ്ങളെ എതിർപ്പ് പ്രകടിപ്പിക്കും എന്ന് കരുതുന്നവരെ ബോധപൂർവം ഒഴിവാക്കുന്നു. അതിൻ്റെ പിന്നിലാണ് ഈ അജണ്ടകൾ നിൽക്കുന്നത്. പലപ്പോഴും ഈ സർക്കാർ ചെയ്തു വന്നിരുന്നത്, ഈ ആചാരാനുഷ്ഠാനങ്ങൾ അട്ടിമറിക്കപ്പെട്ടപ്പോൾ അതിനെതിരായി വന്നവരെ എല്ലാം തന്നെ മാറ്റി നിർത്തുക, അത്തരത്തിലുള്ളൊരു സമീപനമാണ്. അപ്പോൾ അവർ കേവലം ചില വരട്ട് വാദങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒരു ജനാധിപത്യപരമായി നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം, നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് എപ്പോഴും തന്നെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുടെ ഗവൺമെൻറ്. അപ്പോൾ ഏതൊരു സംവിധാനമായാലും ജനാധിപത്യ സംവിധാനത്തിൽ ആരാണോ സർക്കാർ നടപ്പിലാക്കുന്ന ഏത് പദ്ധതി ആവട്ടെ, ആ പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കൾ ആരാണ്, അവരുടെ എല്ലാം കൃത്യമായ അഭിപ്രായം കേട്ടറിഞ്ഞതിന് ശേഷം ഒരു നല്ല കാര്യമാണെങ്കിൽ എല്ലാവരും സ്വാഗതം ചെയ്യില്ല. എന്തിനാണ് ഇവിടുത്തെ ഹൈന്ദവ സംഘടനകളെയും ഭക്തജന സംഘടനകളെയും ഇതിൽ നിന്ന് മാറ്റി നിർത്തിയത്? അപ്പോൾ ഇവർക്ക് കൃത്യമായ ലക്ഷ്യമുണ്ട്. കാരണം ഇത്തരം ഇരട്ടത്താപ്പുകളെ വളരെ വ്യക്തമായി ചൂണ്ടിക്കാട്ടുവാൻ കെൽപ്പുള്ള കഴിവുള്ള ഒരു സമൂഹമാണ് കേരളത്തിലെ ഹൈന്ദവ സമൂഹവും ഭക്തജന സംഘടനകളും ഒക്കെ. അതിനെ ഈ സർക്കാർ വളരെയധികം ഭയപ്പെടുന്നുണ്ട്. മറ്റൊരു വിഷയം, ഇതുമായി ബന്ധപ്പെട്ട് ഈ ആഗോള സംഗമത്തിൽ പങ്കെടുക്കുകയും വികസന പ്രവർത്തനങ്ങൾക്കും അവിടുത്തെ മറ്റു കാര്യങ്ങൾക്കുമായിട്ട് പണം നിക്ഷേപിക്കുകയും ചെയ്യാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്, പ്രത്യേകിച്ചും പ്രവാസികൾക്ക് അല്ലെങ്കിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഭക്തർക്ക്. അങ്ങനെയെങ്കിൽ ഏറ്റവും കൂടുതൽ പണം കൊടുക്കുന്നയാളിന് അവിടെ പ്രത്യേക സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നു. അവിടെ സൗജന്യമായി താമസം, ഭക്ഷണം, ഒരു ദിവസം മുഴുവനും ക്ഷേത്രത്തിൽ, അതായത് ക്ഷേത്ര പൂജാ സമയങ്ങളിൽ അവിടെ ദർശനത്തിന് സൗകര്യം, അതൊക്കെ ഏർപ്പെടുത്തുന്നു. ഇങ്ങനെ ഗോൾഡ്, സിൽവർ, ബ്രോൺസ് എന്നൊക്കെ തരത്തിൽ തരംതിരിച്ചിരിക്കുന്നതായിട്ടാണ് പത്രവാർത്ത. ഇതിനെ എങ്ങനെ കാണുന്നു? അതെ, അതാണ് ഞാൻ പറഞ്ഞത്. ഈ സർക്കാർ
സാമ്പത്തികമായ അടിസ്ഥാനത്തിലാണ് അയ്യപ്പ ഭക്തന്മാരെ കാണാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ അയ്യപ്പ ഭക്ത സംഗമം നടക്കുമ്പോൾ, ഭക്തസംഗമമല്ല അയ്യപ്പ സംഗമമാണ്, ഭക്തന്മാരില്ല, ഭക്തിക്ക് യാതൊരു പ്രാധാന്യമില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ ക്ഷണിക്കപ്പെടുന്നതിനുള്ള ക്രൈറ്റീരിയ എന്താണ്? ഒരു മാനദണ്ഡം വേണ്ടേ? ഇതിനൊരു മാനദണ്ഡവുമില്ല. സർക്കാരിന് ഇഷ്ടപ്പെട്ടവരെ വിളിക്കും. ഞാൻ ചോദിക്കുന്നത്, കേവലം ഈ ഒരു അയ്യപ്പ സംഗമ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നു, ഇതിൽ വരാൻ കഴിയുന്നവർ മാത്രമാണോ അയ്യപ്പൻ അല്ലെങ്കിൽ ശബരിമലയുടെ വികസനം ആഗ്രഹിക്കുന്നത്? അപ്പോൾ ഇതിന് യാതൊരു മാനദണ്ഡവുമില്ലാതെ കേവലം ഏതോ ചില തൽപര കക്ഷികൾ തട്ടിക്കൂട്ടിയ ഒരു പാക്കേജാണ് അവിടെ നൽകാക്കുന്നത്. അതായത് നമ്മളെല്ലാം പലപ്പോഴും പല പത്രമാധ്യമങ്ങളിലൂടെ എല്ലാം കാണുന്ന ടൂർ പാക്കേജുകളുണ്ട്. അത്തരത്തിലൊരു ടൂർ പാക്കേജാണ് ഇവിടെ സർക്കാർ നടപ്പിലാക്കുവാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. കാരണം ഇവിടെ അയ്യപ്പ ഭക്തസംഗമത്തിൽ പങ്കെടുക്കുന്നവരെല്ലാം തന്നെ എന്തടിസ്ഥാനത്തിലാണ് അവിടുത്തെ ഭക്തന്മാരാണ് എന്ന് സർക്കാർ വിലയിരുത്തുക? അവിടെ താന്ത്രികമായി ആണ് ശബരിമലയിൽ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത്. ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്ന എല്ലാ പേരെയും ശബരിമലയിൽ ശാസ്താവിനെ കാണാൻ ദർശനത്തിന് വേണ്ടി ക്ഷണിക്കുകയാണ് സർക്കാർ. അങ്ങനെയാണെങ്കിൽ താന്ത്രിക വിധി പ്രകാരം അവിടെ 18-ാം പടി കയറി മുകളിൽ പോകുന്ന ഒരാൾക്ക് ഇരുമുടിക്കെട്ട് നിർബന്ധമാണ്. ഇവർ ഓരോ പാക്കേജ് അനുസരിച്ച് 5 ദിവസം താമസം, അവിടെ പൂജയ്ക്കുള്ള സംവിധാനങ്ങൾ, ഒരു വർഷത്തിലാണ്, ഒരു മണ്ഡലകാലത്തിൽ 5 ദിവസം, 3 ദിവസം, ഒരു 5 കോടി രൂപ വരെ ഒരു പാക്കേജ്, 1 കോടിക്കും 3 കോടിക്കും ഇടയിൽ ഒരു പാക്കേജ്, ലക്ഷങ്ങൾ കൊടുക്കുന്നവർക്ക് വേറൊരു പാക്കേജ്. അപ്പോൾ ഇത്തരത്തിൽ പാക്കേജുകൾ നിശ്ചയിച്ചുകൊണ്ട് ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കാനാണ് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളതെന്നാണ് ഇതിൽ നിന്ന് അനുമാനിക്കേണ്ടത്. അല്ല, ഈ പറഞ്ഞത് തന്നെ ഒരു ആചാര ലംഘനമല്ലേ? ഈ ഇരുമുടിക്കെട്ടുമായിട്ട് 18-ാം പടി കയറിപ്പോയി അവിടെ ചെന്ന് ദർശനം നടത്തുന്ന ഒരു അയ്യപ്പ ഭക്തനും അതല്ലാതെയുള്ള സംവിധാനത്തിൽ വരുന്നതും രണ്ടല്ലേ വാസ്തവത്തിൽ? അതാണ് തികച്ചും ശബരിമല എന്ന് പറയുന്ന ആ ശബരിമല ശാസ്താവിന്റെ പുണ്യസങ്കേതത്തെ അതിനെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാനുള്ള സർക്കാരിൻ്റെ ഗൂഢപദ്ധതിയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. വികസനത്തിന് ആരും എതിരല്ല. ശബരിമലയിൽ വികസനം ആഗ്രഹിക്കുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്നു. പക്ഷെ അതിൻ്റെ ആ പരിപാവനതയും പവിത്രതയും പരിസ്ഥിതിയും ഒന്നും നശിപ്പിച്ചുകൊണ്ടാകരുത് എന്നൊരു അഭിപ്രായം ഹിന്ദു സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അത്തരം ശബരിമലയിലെ ആചാരങ്ങൾക്കോ അനുഷ്ഠാനങ്ങൾക്കോ ഒരു കോട്ടവും സംഭവിക്കാതെ യഥാർത്ഥ ഭക്തന്മാരെ തിരിച്ചറിയാനും, അതൊരു കേവലം ആരുടെയെങ്കിലും കോടികൾ തരുന്നത് മാത്രമല്ല അവിടുത്തെ മാനദണ്ഡം. അത് വേണം, തീർച്ചയായിട്ടും സമ്പത്ത് ഒരു അത്യാവശ്യ ഘടകം തന്നെയാണ്. പക്ഷെ അതിനാണ് സർക്കാർ, അതിന് മാത്രമാണ് പ്രാമുഖ്യം നൽകുന്നത്. അവിടെയാണ് ഞങ്ങളുടെ എതിർപ്പ്. ഇവിടുത്തെ നിരവധിയായിട്ടുള്ള ആൾക്കാർ പലരും തയ്യാറാണ് അറിഞ്ഞുകൊണ്ട് കൊടുക്കുന്ന സംഭാവന സ്വീകരിക്കാം. അത് മാത്രമല്ല, സർക്കാർ ഇപ്പോൾ ഇതിനു വേണ്ടി 2 കോർഡിനേറ്റർമാരെ നിശ്ചയിച്ചിട്ടുണ്ട്. ഇത് ആരെടുത്തു തീരുമാനം? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രിൻറ്റിംഗ് ആൻഡ് പബ്ലിഷിങ്ങിൻ്റെ കോർഡിനേറ്ററെ ഇതിൻ്റെ ഫിനാൻസ് കോർഡിനേറ്ററായിട്ട് നിശ്ചയിച്ചു. നിലവിൽ യഥാർത്ഥത്തിൽ അവിടെ ദേവസ്വം ബോർഡിൻ്റെ അക്കൗണ്ട് വെബ്സൈറ്റ് വഴിയും ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് അയക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ നിലനിൽക്കുമ്പോഴും സമ്പത്ത് കണ്ടെത്താൻ വേണ്ടിയിട്ട് തന്നെ നേരത്തെ നിശ്ചയിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിലൊക്കെ കൃത്യമായ അജണ്ടയുണ്ട്. സർക്കാരിന് ഇക്കാര്യത്തിൽ ഒരു ആത്മാർത്ഥതയില്ല എന്ന് തെളിവാക്കുന്നതാണ് ഇതിൻ്റെ ഉദ്ഘാടനത്തിന് നിശ്ചയിച്ചപ്പോൾ നമ്മളവിടെ കണ്ടതാണ്. സനാതന ധർമ്മവും അത് മലയേറിയാണ്, സമൂഹത്തിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യേണ്ടതാണ് എന്ന് പറയുന്ന ഒരു കുടുംബത്തിൽ നിന്ന് ഒരാളെയാണ് ഈ അയ്യപ്പ ഭക്ത സംഗമത്തിൽ കൊണ്ടുവന്ന് അതിൻ്റെ ഉദ്ഘാടകനായി അത് നിശ്ചയിച്ചത്. പക്ഷെ അദ്ദേഹം പിന്മാറി. അപ്പോൾ ഇത്തരത്തിൽ യാതൊരു രീതിയിലുള്ള ഇവിടുത്തെ ആചാരങ്ങളെയോ അനുഷ്ഠാനങ്ങളെയോ ഒന്നും മുറുകെ പിടിക്കാത്ത, അതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവരെയാണ് സർക്കാർ ഇക്കാര്യത്തിൽ ക്ഷണിച്ചുകൊണ്ട് വരുന്നതിൻ്റെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണമാണ് ഇപ്പോൾ കണ്ടത്. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് അതിനുവേണ്ടി പോരാടിയവരെ എല്ലാം നിരവധി കേസുകളിൽ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷ ശശികല ടീച്ചർ ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള ആൾക്കാർ, ആയിരക്കണക്കിനധികം കേസുകളിൽ ഇന്നും പ്രതിയാണ്. അതേസമയം മറ്റു പല സമുദായങ്ങളുടെയും അല്ലെങ്കിൽ മതസ്ഥരുടെയും സ്റ്റേഷൻ ആക്രമിച്ചതുൾപ്പെടെ നമുക്കറിയാം, വിഴിഞ്ഞം കലാപ സമയത്ത് അവിടെ സ്റ്റേഷൻ പോലും പോലീസ് ഉദ്യോഗസ്ഥരെ പോലും ആക്രമിക്കപ്പെട്ടു. ആ കേസുകളെല്ലാം തന്നെ പിൻവലിക്കപ്പെട്ടു. പക്ഷേ ഇവിടെ
സമാധാനപരമായി നാമജപം നടത്തിയ ആൾക്കാരെ പോലും അവരുടെ പേരിലെടുത്ത കേസ് പോലും ഇന്നുവരെ സർക്കാർ പിൻവലിച്ചിട്ടില്ല. ആ സമയത്താണ് അയ്യപ്പ സ്നേഹവും നടിച്ചുകൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇരട്ടത്താപ്പ് കൃത്യമായി ജനങ്ങൾ, ഇവിടുത്തെ ഹൈന്ദവ സമൂഹം തിരിച്ചറിയുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഹൈന്ദവ സമൂഹം അതിനുള്ള കൃത്യമായ മറുപടി സർക്കാരിന് കൊടുക്കുമെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവും വേണ്ട. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.